ഒരു സൺഡേ ആയിട്ട് നമ്മളൊന്ന് ഹോട്ടലിൽ പുറത്ത് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയല്ലേ, പുതിയൊരു ഹോട്ടലല്ലേ. ഹോട്ടൽ എങ്ങനെയുണ്ട് നമുക്ക് വീഡിയോ കാണാം. നല്ല സാധനം വന്നു. കറി ദോശ റോസ്റ്റ് തോരൻ ഫ്രൈ കറി ഇവിടുത്തെ നമ്മുടെ വാഷ്റൂമാണ്. അതാ കേൾക്കണം പടത്തിൽ ഇരിക്കണ അത് വേണം. ചിക്കൻ ചിക്കൻ ഫ്രൈ ചെയ്യാം ആണോ? എനിക്ക് ദോശ ബെറോട്ട ചിക്കൻ തോരൻ നല്ല തോരനാണ്. ബെറോട്ട ചിക്കൻ തോരൻ തോരന് വെച്ചിട്ട് ഗ്രേവിക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ ചമ്മന്തി പപ്പടം ചിക്കൻ തോരനുമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ദോശ ചമ്മന്തി നല്ല ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല തോരനാണ് ഗ്രേവി വരെ ചിക്കൻ കറി മാറിയിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ തോരനെ ടേസ്റ്റ് മനസ്സിലാവും അല്ലേ? നീ എങ്ങനെയുണ്ട്? എന്തായാലും തിന്നില്ലല്ലേ ചിക്കൻ തോരൻ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ്. നല്ല ദോശ ചമ്മന്തിയുടെ പപ്പടം ചിക്കൻ തോരൻ നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. ഓംലേറ്റ് വാങ്ങി ചെയ്താണ് പൊട്ടിച്ചോ. പുളിസ പൊട്ടിച്ച് നോക്കാം. നമ്മളെ കട മൊത്തം 250 രൂപ അല്ലേ ഗ്രീഷ്മ? 250 രൂപയ്ക്ക് വെറുതെ അല്ലേ? ചിക്കൻ തോരൻ പൊറോട്ട സിംഗിൾ പിന്നെ ബുൾസ സെറ്റ് സിംഗിൾ ആംപ്ലേറ്റ് എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഹോട്ടല്. ഇത് ഗൗരി ഹോട്ടൽ ഫാമിലി റെസ്റ്റോറൻറ്റ്. കൊള്ളാം, നല്ല ഫാമിലി റെസ്റ്റോറൻറ്റ്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ടപ്പ സാധനം എത്തി എല്ലാ ഫുഡ്. 250 രൂപ. ചിക്കൻ തോരൻ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു സെറ്റ് ബുൾസ സിംഗിൾ ആംപ്ലേറ്റ് രസവടം പപ്പടം അത് ഇത് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നേരെ തിരിച്ചു പോകണം അല്ലേ? പറഞ്ഞത് ഇതായി പെട്രോൾ പമ്പിന്റെ ജസ്റ്റ് ഇവിടെ പെട്രോൾ പമ്പ് കഴിഞ്ഞ് പറഞ്ഞ ലെഫ്റ്റ് സൈഡ് ആണ്. ഈ സൈഡ് എടുത്താവൂരാണ്. കട്ടാക്കട പോണ റൂട്ടില് ഇങ്ങോട്ട് പോണ വാൽട്ടാണ്. ഈ പമ്പ് കഴിഞ്ഞ് ഒരു കുറച്ച് പോയാൽ മതി. ലെഫ്റ്റ് സൈഡാണ് ഇത്. ബാലരാമടുത്ത് നിന്ന് എടുത്താവൂര് വന്ന വഴി. അങ്ങനെ നമ്മള് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മഴ ചെറുതായിട്ടുണ്ട് അല്ലേ ഗ്രീഷ്മ? നല്ല തണുപ്പല്ലേ? പൊക്കോണ്ടിരിക്കുകയാണ്. തിരക്കൊന്നുമില്ല റോഡില്. നല്ല തണുപ്പ് മാത്രമുണ്ട്. മഴ പെയ്തോണ്ടിരിക്കല്ലേ. തണുപ്പുണ്ടേ ചൂടെങ്കിൽ ചൂടുണ്ടേ തോന്നി. രണ്ടായിട്ട് നമ്മൾ യാത്ര ഇറങ്ങില്ലേ? അതാ തടിമില്ലൊക്കെ ഉണ്ട്. ഇതാ പോലീസിനെന്ത് അതിനെല്ലാം ഉണ്ടല്ലോ. പോലീസ് മര്യാദക്ക് കിടന്നാലും പോലീസ് എന്താ പ്രശ്നം ചോദിക്കാൻ? നിങ്ങൾ ചോദിക്കാന്ന് പഠിച്ചത്. ഇതാണ് എഴുത്താവൂർ ക്ഷേത്രം. മലയിൽ കോവിലെന്ന് നമ്മളൊക്കെ പറയും. ഇതിന്റെ മണ്ടയിലാണ് കോവിൽ. ഒരു പള്ളിയുണ്ട് ചേർന്ന്. തണുപ്പല്ലേ?
മഞ്ഞൊന്നും ഇല്ല. കാറായാലും വണ്ടി ഒതുക്കണമില്ല വണ്ടി മഞ്ഞ് മൂടി പോകുന്ന കേട്ടാടാ തണുക്ക് മഞ്ഞ് മൂടിയിരിക്കുന്നത്. മഞ്ഞ് മൂടിയെങ്കിൽ മഞ്ഞ് മൂടി അത്രയ്ക്ക് മഞ്ഞൊന്നും അങ്ങോട്ട് നോക്കാം പലരും പോണില് കണ്ടാ അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും മഞ്ഞ് മൂടി അത് മഞ്ഞുണ്ടല്ലേ ചെറിയ. നോക്കുന്നു ആ ജനിച്ചിട്ട് നോക്ക്. ഓ ശരിയാണ് ശരിയാണ് കേട്ടോ. ചെറുതായിട്ടുണ്ട് ചെറുതായിട്ടുണ്ട് ഗായ്സ്. അതിന്റെ മോള് നോക്ക് കണ്ടാ അതിന്റെ മോള് കാണിച്ചിട്ട് കണ്ടാ മൂടി കെട്ടി കണ്ടാ. ഞാൻ തിരിച്ചു നോക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് മഴ സഹിക്കണം. അങ്ങനെയൊന്നുമില്ല ഫ്രണ്ടിരിക്കുന്ന ഞാൻ അങ്ങനെയൊന്നുമില്ല. മഴ എനിക്ക് കിട്ടുന്നുണ്ട്. ദിയ ഒളിച്ചിരിക്കും എന്റെ ബാക്കില്. ഓ അങ്ങനെയൊന്നും റെയിൽവേ പോണ സ്ഥലമാണ് ഇത്. റെയിൽവേക്ക് ഇതാ എടുത്തിട്ടിരിക്കുന്നത്. ഇവിടെ ഏതാ തമ്പ് അടിച്ചിട്ടുണ്ട്. ഇത് മറ്റേ വിഴിഞ്ഞ ഹാർബറിന്റെ റെയിൽവേ ഇത് ഒരു ഏരിയയാണ്. ഇവിടെ ഇതാ ഗ്രൗണ്ട് ആയിരുന്നു. ഇവിടെ ഷെഡൊക്കെ കിട്ടി പണി ചെയ്യാൻ വേണ്ടി. ഹേ ഗായ്സ്, അങ്ങനെ ഞാൻ ദിയയുടെ സ്കൂളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ദിയയും ദിയയുടെ അച്ഛനും കൂടെ പോയി. അപ്പോൾ ഞാൻ വെറുതെ ഇവിടെ നിന്ന് നല്ല പൂക്കളാണ്. All God of mercy, we thank you for the teachers we have. We know that they are the instruments in your hands. Grant our teachers an abundance of your wisdom. Make them refresh in love and renew in spirit. Our God has us. അങ്ങനെ ദിയെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഹോപ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.